മനോൽ ടോക്സിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. എന്തൊരു പ്രഭാതമാണ് കഴിഞ്ഞുപോയത്. നമ്മൾ ഓർക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നൊരു പ്രഭാതമല്ലേ കഴിഞ്ഞുപോയത്. അർജന്റീനയും കേപ്പ് വെർദെയും തമ്മിലുള്ള മത്സരം നമ്മുടെ മനസ്സിൽ നിന്ന് എത്ര വർഷം കഴിഞ്ഞാലാണ് മാഞ്ഞു പോവുക. 1986 മറഡോണ ആ കപ്പുയർത്തിയപ്പോൾ ആ ദിവസം ഇന്നും നമ്മുടെ മനസ്സിലില്ലേ. അതുപോലെയുള്ളൊരു മത്സരമായിരുന്നില്ലേ. പക്ഷേ ഇന്ന് എതിർഭാഗത്ത് കേപ്പ് വെർദെ എന്ന ഒരു കുഞ്ഞൻ രാജ്യമായിരുന്നു. ആ കുഞ്ഞൻ രാജ്യത്തിൻ്റെ ചരിത്രം മാറ്റിയെഴുതപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. അർജന്റീനയും കേപ്പ് വെർദെയും തമ്മിലുള്ള മത്സരം എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യമേറിയതായിട്ട് മാറിയിട്ടുള്ളത്? കേപ്പ് വെർദെ അവരുടെ ചരിത്രം മാറ്റിയെഴുതി. അറ്റ്ലാന്റിക് സമുദ്രത്തിന് അപ്പുറത്തൊരു ലോകമുണ്ടെന്ന് ലോകമറിഞ്ഞത് ഈ 18 ദിവസങ്ങൾ കൊണ്ടാണ്. ഈ 18 ദിവസങ്ങൾ കൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ അവർക്ക് ഫുട്ബോളിലൂടെ കഴിഞ്ഞു എന്നുള്ളത് ഒരു മഹത്തായ കാര്യം തന്നെയാണ്. പോർച്ചുഗീസുകാരുടെ കോളണിയായിരുന്ന, പിന്നീട് അധിനിവേശക്കാരുടെ കുടിയേറ്റക്കാരുടെ ഒക്കെ സ്ഥലമായിരുന്ന കേപ്പ് വെർദെ, അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പൊടിമണ്ണല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആ പൊടിമണ്ണിൽ ചെരുപ്പില്ലാതെ കളിച്ച കബ്രാളും അതുപോലെ റയാൻ മെൻഡസും ഒക്കെയാണ് അവരുടെ ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നത്. ഒസീഞ്ഞ എന്ന ഗോൾ കീപ്പർ നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റും? ലോകോത്തര മിശിക എന്നറിയപ്പെടുന്ന മെസ്സിയുടെ എത്ര ഷോട്ടുകളാണ് അദ്ദേഹം തടഞ്ഞിട്ടത്. ഗ്രൂപ്പ് മത്സരങ്ങളിൽ ആധികാരിക ജയവുമായി നോക്കൌട്ട് റൗണ്ടിലേക്ക് പ്രവേശിച്ച അർജന്റീന കടലാസിൽ വളരെ ശക്തരായിരുന്നു. കേപ്പ് വെർദെ ആകട്ടെ കടലാസിൽ വളരെ കുഞ്ഞന്മാരും. 67ാം റാങ്കുകാരും 1ാം റാങ്കുകാരും. പക്ഷേ കളി കഴിഞ്ഞപ്പോൾ ആരാണ് 1ാം റാങ്കുകാർ, ആരാണ് 67ാം റാങ്കുകാർ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയത്. അത്രയ്ക്ക് മികച്ചതായിരുന്നു കേപ്പ് വെർദെ ഒരുക്കിയ തന്ത്രങ്ങൾ. നമുക്കതൊന്ന് വിശദമായിട്ട് പരിശോധിക്കാവുന്നതാണ്. എവിടെയാണ് അർജന്റീനയ്ക്ക് പിഴച്ചത്? അർജന്റീനയുടെ പ്രധാനപ്പെട്ട ഒരു പരാജയം എന്ന് പറയുന്നത് പ്രസ്സിങ്ങിലെ പരാജയമായിരുന്നു. കേപ്പ് വെർദെയുടെ കളിക്കാരെ പ്രസ് ചെയ്ത് ബോൾ കൈക്കലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കളിക്കാർ തമ്മിലുള്ള സ്പേസ് വളരെ കൂടുതലായിരുന്നു. ആ സ്പേസ് നന്നായിട്ട് ഉപയോഗിക്കാൻ കേപ്പ് വെർദെ കളിക്കാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രതിരോധ നിരയുടെ മന്ദഗതിയിലുള്ള പ്രകടനമാണ് മറ്റൊരു ഡ്രോബാക്ക്